അച്ഛൻ കള്ളുകൂടി നിർത്തണം. ഇല്ലെങ്കിൽ എന്റെ കല്യാണം എങ്ങനെ വേണമെന്നുള്ളത് ഞാൻ തീരുമാനിക്കും. അത് ചിലപ്പോ ഗിരീഷും ആവാം. എന്റെ അടുത്തുള്ള വാശിക്കാണോ? വാശി എനിക്കും ഉണ്ടല്ലോ അച്ഛ. അച്ഛന്റെ മോളല്ലേ. ഇന്നു മുതൽ നാളെ മുതൽ ഞാൻ ഇനി കുടിക്കില്ല. സത്യം. ഇതെന്താ കുറിപ്പെട്ട ഒരു കിഴി? കിഴിയല്ല, ഇത് കഴിച്ചതിന്റെ ബാക്കിയാ. ഇതാ സിനിമയിലത്തെ മാതിരി മൊത്തം കുഞ്ഞന്മാരാണല്ലോ. ഇതാണ് സൂക്ഷിക്കാൻ എളുപ്പം. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്ന? കാട്ടിപ്പറമ്പിൽ ദിവാകരക്കുറുപ്പ് ഇന്ന് കുടി നിർത്തുന്നതിന്റെ അവസാന ചടങ്ങ. എന്താടാ ഇളിക്കുന്നത്? ഈ ഡിസംബർ 31 ഇവിടെ പ്രതിജ്ഞ തട്ടിയിട്ട് നടക്കാൻ പറ്റാത്ത സ്ഥലമാണ്. കഴിഞ്ഞ മാസം നമ്മുടെ PWDയിലെ രാജൻ സാറേ ഒരാവശ്യമില്ലാതെ എന്റെ തല്ലി കുടിച്ചൊരു സത്യം ചെയ്യില്ല. എന്നിട്ട് പറയാ ഞാൻ ഇനി അടിക്കില്ല. പക്ഷെ പിറ്റേന്ന് കാലത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു എടാ പോയി ഇന്നലെ ചെയ്ത സത്യം നീ അങ്ങ് മറന്നേക്കാം. അത് അന്തസ് അല്ലെ? ഒരു മാസം കഴിഞ്ഞപ്പോ പുള്ളി നമ്മുടെ വിദ്യ പടമായി. പാവം. അത് രാജൻ, ഇത് ദിവാകരൻ. വാളക്കറി എടുത്തുണ്ടോ? എടുത്തു. ചില വേട്ടാവളിയന്മാർ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ മോക്ക് കാലത്തെ മാർക്കറ്റിൽ പോകാൻ നിവൃത്തിയില്ല. എന്നെയാണോ ഉദ്ദേശിച്ചത്? അതേടാ, നിന്നെ തന്നെ. നീ ആരടാ എന്റെ വീട്ടിൽ വിളിച്ച് പെണ്ണി ചോദിക്കാൻ? നിനക്കൊക്കെ രാത്രി അടിച്ചു മൂക്കുമ്പം വിളിച്ച് പെണ്ണി ചോദിക്കാനുള്ള സ്ഥലം അല്ല എന്റെ വീട്. നല്ല അന്തസ്സുള്ള തറവാണ്. സൂക്ഷിച്ച് കളിക്കണം. നേരം വെളുത്ത എന്റെ മോളെ പറയുക. നാണം ഉണ്ടോ നിനക്ക്? ഫോൺ വിളിച്ചു, അനുവിനെ കണ്ടു. പക്ഷെ മോശമായിട്ടൊന്നും സംസാരിച്ചില്ല. വെറുതെ ബഹളം ഉണ്ടാക്കണ്ട കേട്ടോ. ബഹളം ഉണ്ടാക്കൂടാ. ഞാൻ ബഹളം ഉണ്ടാക്കും. ആണായിട്ടും പെണ്ണായിട്ടും എനിക്കൊന്നേ ഉള്ളൂ. അത് കണ്ട കാക്കയ്ക്കും പൂച്ചയ്ക്കും തരാനല്ലടാ ഞാൻ അവളെ വളർത്തിയത്. അവളെ ചോദിക്കാൻ നിനക്ക് എന്തോന്നാടാ യോഗ്യത? കുടുംബത്തിൽ പറക്കാത്തവൻ. ഞാൻ കുടുംബത്തിൽ പറഞ്ഞ തന്നെയാ. പക്ഷെ ഉണ്ടല്ലോ, തന്നെ പോലെ നാഴിക്ക് 40 എടുത്ത് പറയാറില്ല. പിന്നെ ഞാൻ കൈ വെക്കാത്ത എന്താ അറിയോ? എന്തെങ്കിലും ഒരു ദിവസം ഞാൻ നിങ്ങളെ അമ്മായിപ്പന്ന് വിളിക്കും. ഇല്ല, അങ്ങനെ ആകാതിരിക്കാനാടാ ഞാൻ ഇന്ന് കുടി നിർത്തുന്നത്. ഇന്ന് ഇവിടെ നിർത്തുക. കുറുപ്പേട്ടൻ രാവിലെ അമ്പലത്തിൽ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. അച്ഛൻ ജീവിതകാലം മുഴുവൻ കുടി നിർത്തണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇന്നത്തെ ഒരു ദിവസമെങ്കിലും എനിക്ക് വേണ്ടി നിർത്തിയാൽ മതി. പിന്നെ അച്ഛൻ പറയുന്ന എല്ലാം ഞാൻ കേൾക്കും. ഇന്ന് കുറുപ്പേട്ടൻ കുടിക്കില്ല, നീ നോക്കിക്കോ. ചേച്ചി എന്താ ഇന്നലെ വരാതിരുന്നേ? ഓ, ഇന്നലെ ഗിരീഷ് വന്നതിന്റെ തിരക്കായിരുന്നു. അതെ, റെസിപ്റ്റ് വാട്സപ്പ് ചെയ്തേക്കാട്ടോ. ഏതായി കുട്ടി? ഫോട്ടോ എടുക്കാൻ വന്നതാ? അല്ല, നമ്മുടെ വിമല ടീച്ചറുടെ മോളില്ലേ, അനുപമ. അനുപമയുടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞ മോള് കേൾക്കുവോ? എന്താ പറയ്. ഒരേ ലൈസി പോളിസി എടുക്കുവോ? ശരി. ആ, 2 ദിവസമായിട്ട് വീട്ടില് മോളുടെ പേര് മാത്രമേ കേൾക്കാനുള്ളൂ. അവന് മോളെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായി. ഒന്നിന്റെ കൂടെ ഒരു തള്ളും എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ.
കുറിപ്പേട്ടൻ വന്നില്ലേ? വന്നിട്ടില്ല, ഇനി വരില്ല എന്നാണല്ലോ പറയണേ. എടാ ഒരു മൂത്ത് എടുത്തു. എടാ ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? കടക്കാര് മാത്രമേ അതിൽ വിളിക്കാറുള്ളൂ. അത് തട്ടയ്ക്ക് എന്തൊക്കെ അറിയണ്ടേ? സവാള അരിമ പിടിച്ചിരിക്കാൻ പറ്റും. ഓട് ഔട്ട് ആവണ്ടെന്ന് വെച്ച് ഞാനത് എടുക്കാറുമില്ല, നോക്കാറുമില്ല. അല്ല, ഞാൻ നിനക്ക് തരാനുള്ള കാശ് തിരിച്ചു വയ്ക്കാൻ വേണ്ടിയാണോ നീ എന്നെ വിളിച്ചത്? ആണെങ്കിൽ ഈ കയറെ ഞാൻ ഇവിടെ തൂങ്ങിച്ചാവും. അത് പൊളിക്കും. ഭാര്യയുടെ കെട്ടുതാലും ഒരേ പണയത്തിലടാ. ഒരു കാലത്ത് നീ ഒരു ഹോട്ടൽ മുതലാളിയല്ലായിരുന്നു? ആ, ഓർമ്മിപ്പിക്കല്ലേ, അതുകൊണ്ട് ഈ കടം മൊത്തം ഉണ്ടായി. ഡേ പോയാലൊക്കെ നമുക്ക് ഹോട്ടലിലൂടെ തന്നെ തിരിച്ചു പിടിക്കാം. നമുക്കൊരു ഹോട്ടൽ തുടങ്ങിയാലോ? എൻ്റെ ഉള്ളിലൊരു മുതലാളി ഇപ്പോഴും ഉണ്ട്. ശരിക്കും തുടങ്ങുമോ? തുടങ്ങി തരും. അങ്ങനെയാണ് 60-40. അതൊന്നും വേണ്ട, എനിക്ക് 30 മതി. പക്ഷെ ഒരു കണ്ടീഷൻ, കുറുപ്പേട്ടൻ വീണ്ടും കള്ളടി കൊടുക്കണം. അയാളുടെ മോളെ കെട്ടണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ അയാളുടെ വെല്ലുവിളി പൊളിയണം. അതെന്റെ വാശിയാണ്. എവിടെയാ കുറുപ്പേട്ട? കടയല്ല. കുറുപ്പേട്ട, ഇത് കണ്ടാ ഞാൻ മേടിക്കാതിരിക്കോ? ഞാനിത് ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നേ? നിങ്ങൾ ആ ഭാഷയൊക്കെ കളഞ്ഞ് വന്നേ മനുഷ്യ. കുറുപ്പേട്ട, നിങ്ങൾ അടിച്ചാലും അടിച്ചില്ലെങ്കിലും അനുഭവം നിങ്ങൾ പറയുന്നേ കേൾക്കൂ. അടുപ്പയിലോട്ട് കേട്ടെ. ഞാൻ നിർത്തിയടാ. വെച്ച് കളഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, എന്റെ മീൻകറിയേക്കാളും വലുതാണ് പുള്ളിക്ക് മകളോടുള്ള സ്നേഹം. നീ ഇത് അടിച്ചേ. ഒന്നുകൂടെ വിളി. കുറുപ്പേട്ട, എനിക്കൊരു കാര്യം കൂടി പറഞ്ഞേ പറ്റൂ. പേടിക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറയാഞ്ഞേ. എന്താടാ? ഈ സ്ഥിരമായിട്ട് കുടിക്കുന്നവര് പെട്ടെന്ന് കള്ളുകൂടി നിർത്തിയാ ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാ. കുടിക്കാതിരുന്ന് മരിച്ചു പോകുന്നതിനേക്കാളും നല്ലല്ലേ മരിക്കാതിരിക്കാൻ കുടിക്കുന്നേ? മരിക്കട്ടാ. കുപ്പിങ്ങന്നേ. കുറുപ്പേട്ടൻ ജയിച്ചു, നീ തോറ്റു. തുറക്കുന്നതിന് മുന്നേ ഹോട്ടലിൽ പൂട്ടി. Cheers. അമ്മ ഞാൻ കട വരെ ഒന്ന് പോയി നോക്കട്ടെ. ഞാനും വരാം.